ഡ്രീം ടു സ്വിമ്മിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴേ ഷോർട്സ് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു വീഡിയോയിലേക്ക് പോവാ കുറച്ച് അപകടങ്ങളെ കുറിച്ച് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് അടിപൊളിയായിട്ട് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് എന്നൊരു വീഡിയോക്ക് വന്നു കേട്ടോ. ഷോർട്സ് മാത്രം ഇട്ടിട്ട് നിങ്ങളും ബോറടിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഒരു വീഡിയോ ആവാമല്ലോ കേട്ടോ. അപ്പോൾ ഫസ്റ്റിനെ കാണിച്ചറിയാൻ ഫസ്റ്റ് ഇവിടുത്തെ ഈ ബാർബേഡ് ആണ് കേട്ടോ. ഇവിടെ നോക്ക് കണ്ടോ, ഇവിടെ 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 എൻ്റെ ഇങ്ങോട്ട് ഇവിടെ ഇവിടെ കട്ട് പണ ഒരു കാര്യം പറയാം. രണ്ട് ചെക്കന്മാരുണ്ടെന്നുണ്ട്, കുറച്ച് കുറുമ്പന്മാരാണ്. ഒന്നെൻ്റെ ചെക്കൻ ഒന്നെൻ്റെ അനിയത്തിൻ്റെ ചെക്കൻ. അവരെ കൂടെ ഇൻട്രസ്റ്റ് ചെയ്ത് തരാം കേട്ടോ. കണ്ടോ, ഇന്നലെ അതിൻ്റെ കൂടെ അടികൂടിയിട്ട് വീണതാ, വേറെ ഒന്നല്ല. ഇതെൻ്റെ ചെക്കൻ, ഇതെൻ്റെ അനിയത്തിൻ്റെ ചെക്കൻ കേട്ടോ. അനി സബ്സ്ക്രൈബ് പറയണോ മാമരത്ത്? അത് വേണ്ട, കുഴപ്പമില്ല. അവിടെ ഇരിക്കട്ടെ, ലൈവ് ആട്ടാലോ. ഇല്ലാണ്ട ലൈവ് ആട്ടാ, ലൈവ് ആട്ടാ, അങ്ങനെ ഇരിക്കട്ടോ. അപ്പോൾ ഇവിടെ പറഞ്ഞു തന്ന് ഉണ്ടായിരിക്കും നമ്മൾ കട്ട് ചെയ്യാതെ കണ്ടിന്യൂ ആയിട്ട് കൊണ്ടുപോകണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അല്ല കട്ട് ചെയ്തിട്ട് നിങ്ങൾ നമ്മൾ അങ്ങനെ ആവശ്യമില്ല. നമ്മൾ നാച്ചുറലായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന മാതിരിയാണ് എൻ്റെ ചാനൽ ഉണ്ടാവുള്ളൂ കേട്ടോ. ഒരു മിനിറ്റ്, ഒരു സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ മാമ ചീത്ത പറയും കേട്ടോ. പറഞ്ഞു ഒതുക്കണം, അല്ലേ ശരിയാവില്ല ഒക്കെ മതി. നീന്താൻ അറിയാത്ത രണ്ടെണ്ണത്തിന് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന്. എൻ്റെ ചെക്കനൊക്കെ നീന്തൽ ഏകദേശം പഠിച്ചു കഴിഞ്ഞു, മറ്റവനും ഏകദേശം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കാണിക്കാം, കഥ മാറിപ്പോണ്ട, നമ്മൾ കണ്ടന്റ് മാറണ്ട. അങ്ങോട്ട് പോയി പിടിക്കുന്നതാ നോക്കി കണ്ടോ, ഇവിടെ ആഴേ ഇല്ല, മനസ്സിലായോ? നോക്കി നോക്ക്, ഉണ്ടായിരിക്കും ചീത്ത പറയും മാമാര് കണ്ടോ. അങ്ങനെ മനസ്സിലായോ? ഞാൻ 6.2 ഹൈറ്റ് ഉണ്ട്. വടി നോക്കിയൊക്കെ ഒരു 10-15 അടി ഹൈറ്റ് ഉണ്ട് കേട്ടോ. വടി കാണിക്കും. ഞാൻ ഇത്ര ആളുണ്ടെന്ന് പറയുന്നില്ല, 15 അടി. അത്യാവശ്യം ഒരാൾക്ക് അപകടം വരാനുള്ള മറ്റേ ആളുണ്ട് ഇവിടെ കേട്ടോ. കാണിച്ചറിയാം കണ്ടോ, ഇവിടെ ഒക്കെ അടിവാന്ന് കാണുന്നുണ്ട് കണ്ടോ. മനസ്സിലായോ? ഒരു അപകടം വരാൻ വേറെ എവിടേക്കും പോകണ്ട, തൊട്ടടുത്ത് തന്നെ ഉണ്ട് നമ്മുടെ മുമ്പിൽ തന്നെ ചതിക്കുഴികൾ. അപ്പോൾ കാരണം പാലങ്ങളുടെ ഇടയിലാണ് എപ്പോഴും ഒഴുക്കുകളുണ്ടാവുള്ളൂ കേട്ടോ. കാരണം ഒഴുക്ക് പാലങ്ങളുടെ വെള്ളം ഇങ്ങനെ വരണം, അവിടെ നല്ല ഒഴുക്കുണ്ടാവും. നോക്കിയോക്ക്, അവിടെ നോക്കിയോക്ക്, അവിടെയൊക്കെ കര കാണുന്നുണ്ട് കണ്ടോ. അവിടെയൊക്കെ കര കാണുന്നുണ്ട്, ഇവിടെ ഒന്നും ഒരു കുഴപ്പമില്ല കണ്ടോ. പക്ഷെ ഇവിടെ നല്ല ഇവിടെ ഉണ്ടായിട്ടോ, നമ്മൾ ചീത്ത പറയട്ടോ കണ്ടോ. അപ്പോൾ ഇന്ന് കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാമോ? കുറേ പേര് വിചാരിക്കുന്നുണ്ടാവും ഇവിടെ ബോധവൽക്കരണ ബോർഡുകൾ വയ്ക്കാന്നുള്ളത്, മനസ്സിലായോ? ഒരു മിനിറ്റ്, ഇവിടെ കുറച്ച് ഡിസ്റ്റർബ് ആവുന്നില്ല. ഞാൻ അപ്പോൾ വീട്ടിൽ കൊണ്ടായിക്കോട്ടെ, രണ്ടുപേരും ഒന്ന് അടിച്ചമർത്തണം, ശരിയാവില്ല. നമ്മളെ നടക്കി കയറും അവർ, അതവിടെ കിടക്കട്ടെ. അപ്പോൾ കുറേ പേര് ബോധവൽക്കരണ ബോർഡുകൾ വയ്ക്കണമെന്ന് പറയുന്നത് ശരി തന്നെയാണ്. എത്ര കാലത്ത് വയ്ക്കും? ഇപ്പോൾ സ്വന്തം ജീവന് അവരവർ വില കൽപ്പിക്കുക, അത്ര പറയാനുള്ളൂ. ഇപ്പോൾ ഇവർ ബോധവൽക്കരണ ബോർഡ് വെച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ വെള്ളത്തിൽ പോകുന്നത്. പോയി കഴിഞ്ഞാൽ ആർക്ക് പോയി? നഗരസഭയ്ക്ക് പോയോ ഒന്ന് പറയണില്ല. ഞാൻ പിന്നെ പറഞ്ഞാൽ കൂടും, അതുകൊണ്ട് ഞാൻ അധികം പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കി കേട്ടോ. അപ്പോൾ സ്വന്തം ജീവന് അപ്പന ജിന്ദഗി അപ്പന പരിവാർ സബ് അപ്പന കെലിയെ. ഹിന്ദി കുറച്ച് പോറായില്ല, എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ജീവനെ നോക്കുക കേട്ടോ. അതൊക്കെ അവിടെ കിടക്കട്ടെ, നിങ്ങൾ മനസ്സിലായിണ്ടാവും. പിന്നെ ഞാൻ ഇപ്പോൾ ട്രെയിനിൻ്റെ അടിയിൽ നിൽക്കുന്നത്, അതായത് ട്രെയിനിൻ്റെ അടിയിൽ അങ്ങനെയല്ല, അതാണ്ടോ ട്രെയിൻ പാലാണ് മേലെ. ഒരുപാട് പേര് പറഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ട്രെയിന് പോകണതുകൊണ്ട് അവിടുത്തെ യൂറിൻ കാര്യങ്ങളൊക്കെ അവിടെ മേലേക്ക് വിടുമെന്നുണ്ട്, മനസ്സിലായോ? ഓരോ ഡൗട്ട് ഉണ്ടാവും. പക്ഷേ പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ ട്രെയിനിങ് സിസ്റ്റമാണ്, മനസ്സിലായോ? അതൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ധൈര്യത്തിൽ അടിയിൽ നിൽക്കുക. ഈ ട്രെയിൻ വരുന്ന നേരത്തൊക്കെ ആ സൈഡ് മാറി നിൽക്കുന്നില്ല. അപ്പോഴാണ് ഓരോരുത്തർ തുപ്പലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് ആ സൈഡ് കാറ്റത്തൂടെ വരുള്ളൂ. ഇതിൻ്റെ അടിയിൽ നിന്ന് കഴിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. കാരണം ഇപ്പോൾ ഏകദേശം ട്രെയിനിങ് സിസ്റ്റം ഒക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്, എല്ലാം അടച്ചു വെച്ചിരിക്കുകയാണ്. പിന്നെ എവിടെ പോയി റിലീസ് ചെയ്യുന്ന അതിൻ്റെ ഫുൾ ഹിസ്റ്ററി എനിക്കറിയില്ല. ട്രെയിൻ വരുമ്പോൾ ഞങ്ങൾ നേരെ അടിയിൽ നിൽക്കും കേട്ടോ. കാരണം അതാണ് ഒന്നുകൂടെ സേഫ്റ്റി. ഞങ്ങൾക്ക് സൈഡിൽ നിന്ന് ചിലപ്പോൾ തുപ്പലക്കായി വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ എല്ലാം പുറത്തേക്ക് വരും. വീണ്ടും സംസാരിക്കാൻ തുടങ്ങിയത് ഞാനെല്ലാം ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ എവിടെ തീയാൻ അപ്പോൾ ആളെ മനസ്സിലായോ? നീന്താ അറിയാത്ത ഒരാൾ ഇവിടെ വീണ് കഴിഞ്ഞാൽ 2 കൈയും കാലത്ത് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ വരെ വരാമെന്ന് വിചാരിക്കണ്ടാവും, മനസ്സിലായോ? അവിടെ വേണ്ട, ഇത് പിടിച്ച് നിൽക്കാൻ പറ്റുന്നൊക്കെ വിചാരിക്കണ്ടാവും. ഇവിടെ ഒരാൾ വീണ് കഴിഞ്ഞാൽ വേണ്ട, ഇവിടെ അഥവാ സ്ലിപ്പായി വീണ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അവന് ഇവിടെ വരെ പോലും കൈ എത്താൻ പറ്റില്ല അവന്, മനസ്സിലായോ? കാരണം വീണ് കഴിഞ്ഞാൽ അവൻ അവിടെ തന്നെ കിടക്കുള്ളൂ, അവിടെ തന്നെ കൈയടി മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ നീന്തൽ വീഡിയോസൊക്കെ കണ്ടിട്ട് കൈയിട്ട് അടിച്ച് ഫ്രണ്ടിക്ക് വന്ന് വിചാരിക്കുന്നത് തെറ്റിദ്ധാരണയാണ്, മനസ്സിലായോ? അതിന് ചെറിയ പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ നീന്തൽ മെയിനായിട്ട് പഠിക്കുക കേട്ടോ. ഒരു 3 ദിവസമല്ല, ഒരു 10 ദിവസം പഠിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ട് ചെറിയൊരു ഇത് കിട്ടും. നീ 10 പേരെ രക്ഷിക്കാൻ പോകണമെന്നൊന്നും പറയണില്ല ഞാൻ. നല്ല നീന്തൽ പഠിച്ചതിന് ശേഷം ഈ റെസ്ക്യൂ മെത്തേഡും കൂടെ പഠിക്കണം കേട്ടോ. അത് വീഡിയോസിൽ ഒരുപാട് ഇട്ടിട്ടുണ്ട് ഞാൻ. പിന്നെന്താ പറയുക, മതിയില്ലേ? ഇനി വേണോ? വേണ്ടോ? ഇവിടെയൊക്കെ കളിച്ച് നല്ല തെളിഞ്ഞ വെള്ളം, ഒരു കുഴപ്പം, നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. പെട്ടെന്ന് കുഴിയാണ് കുടിക്കണ്ടോ. ഇവിടെയൊക്കെ നല്ല ആളുണ്ട് കണ്ടോ. വെള്ളത്തിന്റെ കളർ മാറിയത് കാണണ്ടോ? ഇത് കാണണ്ടെന്നറിയില്ല.
നോക്കി നോക്ക്. ഈ പാലങ്ങളുടെ ഈ ഇടയിൽ കാലിന്റെ അടിയിലൊക്കെ നല്ല, കാരണം മണ്ണ് വെള്ളം വന്നിട്ട് കുത്തിങ്ങനെ റൗണ്ട് ചെയ്ത് കറങ്ങിയിട്ടൊക്കെ പോകുമ്പോൾ അവിടുത്തെ മണ്ണൊക്കെ മാറ്റിയിട്ട് നല്ല ആഴുണ്ടാവും ആ ഭാഗങ്ങളൊക്കെ കണ്ടോ. സെന്ററിൽ നിന്ന് ഇവിടെ നിന്ന് അങ്ങനെ നടന്നു പോവാ. ഇതിന്റെ അപ്പുറത്താണ് നല്ല ആഴമുള്ളത്. പിന്നെ അവിടെ കുറച്ച് ആനകളെ കുളിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതിൽ കാണണമെന്ന് അറിയില്ല. എന്നാലും ഞാൻ അവിടെയും പോയി കാണിച്ചു തരാം കേട്ടോ. കുറെ ആനപ്രേമികളിൽ സബ്സ്ക്രൈബർമാരുണ്ടാവും. ഇന്ന് നമുക്കൊന്ന് വെള്ളത്തിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കാം കേട്ടോ. അവിടെയൊക്കെ ഒരുപാട് മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സ്റ്റെപ്പ് കണ്ടോ. അവിടെ നിന്ന് ഒരുത്ത ഫുട്ബോൾ കളിക്കാൻ വന്നിട്ട് അവിടെ നിന്ന് കാല് സ്ലിപ്പായി അവിടെ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ വീട് ഞാൻ വേണമെങ്കിൽ എന്റെ വീഡിയോയിൽ ഉണ്ടാവും, അതിൽ വെച്ച് നോക്കിയാൽ മതി കേട്ടോ. പിന്നെ നമുക്ക് ഞാൻ തന്നെ വെള്ളത്തിൽ കയറാം കേട്ടോ. എന്റെ ക്യാമറമാനെ കൂടെ കാണിച്ചു തരാം. ക്യാമറയുടെ നാടാണ്. ചേച്ചിയുടെ ചക്കനാട്ടോ. ആ മോൻ കഴിക്കില്ല എന്നാണ് പറയണത്. അപ്പൊ നമുക്കിനി നേരെ അവിടെ വെള്ളത്തേക്ക് ഇറങ്ങി സാധാരണക്കാരെല്ലാം ചെയ്യണമാര് അവിടെ കളിച്ചിട്ട് അവിടെ നിന്ന് കുറച്ച് ആഴങ്ങളുണ്ടാവും ഭാഗങ്ങളൊക്കെ. അവിടെയൊക്കെ ഞാൻ തന്നെ ഇറങ്ങി കാണിച്ചു കേട്ടോ. അപ്പൊ നമുക്ക് ഇനി അവിടെ നിന്ന് കാണാം. വാ. അപ്പൊ ഇന്ന് ഇതിന്റെ ആഴം കാണിക്കാൻ വേണ്ടിട്ട് എന്റെ ഒരു ചേച്ചിയുടെ ചക്കനാട്ടോ. അപ്പൊ നമുക്ക് ഇന്ന് ഇവനെ ഇറക്കാം. ഓക്കെ. ആ സാധാരണക്കാരൻ ഇങ്ങനെ നടന്നു പോകും. നടന്നേ പോട്ടോ. കണ്ടോ പെട്ടെന്ന് കുഴിയാണ്. നോക്കിക്കോ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുഴപ്പമില്ല. കണ്ടോ ഇപ്പുറത്തെ കരയാണ്. കണ്ടോ ഇവിടുത്തെ കരയാണ്. ഇതാണ്ടോ ഫോണ് കണ്ടോ. ആഴങ്ങൾ പെട്ടെന്ന് വന്ന് കണ്ടോ. കണ്ടോ കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു കുഴി അവിടെ വരും. കണ്ടോ കുഴി വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടോ. കരയാണ്. ഇതാണ്ടോ ഇവിടെ ഇത്ര ആഴുണ്ടെങ്കിൽ അതാണ്ടോ. ആ അവിടെ ആഴുണ്ടോ. ആ കുറച്ചുകൂടെ അങ്ങോട്ട് പോ. കണ്ടോ അവിടെ ആഴം കൂടി കണ്ടോ. ഇനി കുറച്ചുകൂടെ അങ്ങോട്ട് പോയി ഒന്നുകൂടെ ആഴുണ്ട്. അവിടെ ആഴുണ്ടോ. ആ കാല് കുത്തുണ്ടോ. കാല് കുട്ടുണ്ടോ. മുട്ടില്ലല്ലോ. കണ്ടോ അവിടെ നല്ല ആഴുണ്ട്. അവിടെ നിന്ന് ജസ്റ്റ് നീന്തിക്കോ കേട്ടോ. നീന്തി കാണിച്ചു കൊടുക്കുക. നമ്മുടെ പ്രേക്ഷകർക്ക് അവനെ നീന്താൻ അറിയാമെന്ന് വെറുതെ കാണിച്ചു കൊടുക്കാമല്ലോ. ഇനിയിപ്പോൾ നമ്മളെ ആൾക്കാരാണോ നമ്മുടെ ഫാമിലി മെമ്പറിലുള്ള എല്ലാവർക്കും നീന്താൻ പരമാവധി പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ. ഇനി ചെറിയ വളർന്നു വരുന്ന കുട്ടികളൊക്കെ ഉണ്ട്, അവർക്ക് ഞാൻ പിന്നെ പഠിപ്പിക്കുക. സ്റ്റൈല് കാര്യങ്ങൾ കുറച്ച് കുറവാണ്. അത് നമുക്ക് കൊണ്ട് ആവശ്യമില്ലല്ലോ. നമുക്ക് ജസ്റ്റ് നീ വെള്ളം കണ്ടു കഴിഞ്ഞാൽ അപ്പം ഇവിടെ നോക്കിയേക്ക്. ഇവിടെ കണ്ടോ ഞാൻ കാണിച്ചു കേട്ടോ. ഒരു മിനിറ്റ്. കണ്ടോ അവിടെ നിന്ന് ആഴമില്ലല്ലോ. കണ്ടോ ഇവിടെ വന്നപ്പോൾ ആഴം കൂടിയല്ലോ. ഇപ്പം അവിടെ ആണെങ്കിൽ അവിടെ നിന്ന് വേണമെങ്കിൽ അതുവരെ അവിടെ നടന്നു പോവാം. കാരണം അവിടെ ആഴയില്ല. കുട്ടികളെ കളിക്കുമ്പോൾ കണ്ടോ. ഇവിടെ ഒന്നുകൂടെ കാണിച്ചു. വാ അങ്ങ് പോലെ വാ അങ്ങോട്ട് പോകും. ഇത് ഞാനിങ്ങനെ നടന്നു പോട്ടോ. അതുവരെ പോ. അവിടെ ആഴമില്ല അതുവരേക്ക്. കണ്ടോ അവിടെ ആനയുടെ കാഷ്ടം പൊങ്ങി കിടക്കുന്നു. കണ്ടോ അത്രയും അവിടെ വെള്ളം ഉള്ളൂ. കണ്ടോ കരയിൽ എത്ര ദൂരം ഉണ്ടോ അവിടെ. ഇവിടെ നമുക്ക് അതുവരെ വേണമെങ്കിൽ നടന്നു പോവാം. അവിടെ നോക്കിയോക്ക്. അവിടെ നിന്ന് ഇത്ര ദൂരത്തെ ആഴം തുടങ്ങി. അവിടെ കാലൊന്നും എത്തിണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ നോക്കിയോക്ക്. അവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ. അവിടെ കാലെത്തുന്നുണ്ട്. കണ്ടോ കര എത്ര ദൂരാന്ന് നോക്കിയാണ്ടോ. അവിടെ ഇത്ര ദൂരം വന്നാൽ മുങ്ങി പോയത്. കണ്ടോ കല്ലടങ്ങാണ്ട്. അങ്ങനെ പോയിക്കോ. ഇപ്പോൾ കുറച്ച് വെള്ളം വന്നിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കാം. ഇപ്പോഴാണ് നാഴം വരുന്നത്. ഇനി ഫോണ് ഞാൻ നേരം പോലെ പിടിച്ച കാരണേ അവനെ കൊണ്ട് കുഴി എടുപ്പിച്ചാൽ ചിലപ്പോൾ ഫോണ് വെള്ളത്തിലാവും. അതുകൊണ്ട് ക്യാമറമാൻ ഞാനായതാണ്. വിശ്വാസം വന്നില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരട്ടെ. വെയിറ്റ് മതിയോ. കവറൊന്നും ഇട്ടിട്ടില്ല. അല്ലെങ്കിൽ ഫോൺ കവർ അവിടെ ആഴുണ്ടോ. ആ അവിടെ ആഴുണ്ട് ശരിക്കും. ഞാൻ 2 മാസം മുമ്പ് വന്നപ്പോൾ ഇവിടെ നിന്ന് അതുവരെ ആളുണ്ടായിരുന്നില്ല. അവിടെ തോണി കണ്ടോ. അവിടെ കണ്ടോ കുറച്ച് ദൂരം. അതിനപ്പുറത്തിന് ശേഷം കുറച്ച് ആൾ വന്നു തുടങ്ങിയത് കേട്ടോ. എപ്പോഴും വെള്ളത്തിന്റെ വരം പെട്ടെന്ന് ഡാമ കുറഞ്ഞ് പെട്ടെന്ന് തന്നെ ഒരുപാട് വെള്ളം വരും. ആ ഓക്കെ എന്നാ. ഇനി അപ്പം എന്താ പറയുക. ഇനിയിപ്പോൾ അധികം പറഞ്ഞ് ബോറടിപ്പിക്കാനും പറ്റില്ല. എന്തായാലും ഇനി കുറച്ച് ആനകളുണ്ട്. ഞാൻ എന്തായാലും അവരെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം കേട്ടോ. കണ്ടോ ഓരോ ആനപ്രേമികളുണ്ടാവും എൻ്റെ വീഡിയോയിൽ. ഒരു 1 2 ഒന്ന് താഴത്ത് കിടക്കുന്നുണ്ട്, ഒന്ന് അപ്പുറത്ത് കിടക്കുന്നുണ്ട്. എല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓ നല്ലൊരു വ്യൂ കിട്ടിയല്ലോ ഇൻസൈഡ് വീഡിയോ. ഓക്കെ ഇവിടെ വാ നീ കയറി കരയിൽ കയറി. വാ മതി. നമുക്ക് വീഡിയോ ഒക്കെ പിന്നെ ആവാം അല്ല. നമ്മളെപ്പോഴും കൂടെ കൊണ്ടുവരുമ്പോഴേ എല്ലാവരും നോക്കണം. ഇതറിഞ്ഞാലും പറയാൻ പറ്റില്ലല്ലോ. സേഫ്റ്റി മുഖ്യം ബിഗിള് കേട്ടോ. അപ്പൊ എന്തായാലും അധികം ഇനിയിപ്പോ കുറച്ച് ആനനെ കണ്ടിട്ട് വരാം കേട്ടോ. അമ്മയുടെയും അച്ഛൻ്റെ സ്നേഹം ഞാൻ കാണിച്ചു. ഇവിടെ 2 മീനുകളുണ്ട്, അത്യാവശ്യം വലുതാണ്. ഇവിടെ നിങ്ങൾ കാണണ്ടോ. ഒന്ന് ഇവിടെ ഉണ്ട്, ഒന്ന് കണ്ടോ.
അതിൻ്റെ അടുത്ത് ഞാൻ ഇപ്പോൾ കൈ കൊണ്ടുപോകാം, അത് ഓടില്ല. അത് രണ്ടെണ്ണം അടുത്ത് തന്നെ ഉണ്ട്, കണ്ടോ കണ്ടോ അതിൻ്റെ അടുത്ത് നിങ്ങൾ മുമ്പിൽ കൊണ്ടുവന്ന കൈ ഞാൻ കൊണ്ടുപോകാം, അത് ഓടില്ല. കണ്ടോ ഇതാണ്ടോ വീഡിയോയിൽ കാണണ്ടോന്ന് അറിയില്ല എനിക്ക്. എൻ്റെ അടുത്ത് കൊണ്ടുവന്നാലും കണ്ടോ കൊത്തിന് കണ്ടോ കൈ കൊത്ത് കണ്ടോ 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 കൊത്തിന് കണ്ടോ. അത്യാവശ്യം ഒരു വിരലിൻ്റെ അടുത്ത് നിങ്ങളുണ്ട് കേട്ടോ, കാരണം അത് എൻ്റെ കുട്ടികൾ അതിൻ്റെ അടുത്തുണ്ട്, അതുകൊണ്ടാണ് ഡിസ്റ്റർബ് ചെയ്യുന്നത് കേട്ടോ. എന്നെ ഞാൻ പോട്ടെന്നാ. അത്ര അപൂർവമൊന്നുമല്ല, കാരണം മറ്റു മീനുകളെ കണ്ടു കഴിഞ്ഞാൽ ഓടും, പക്ഷെ ഇത് ഓടില്ല കണ്ടോ. കാരണം നാളെ അച്ഛനും അമ്മയും. ഇപ്പം 4 ആനകളാണ് കുളിപ്പിക്കാൻ വന്നിരിക്കുന്നത്. ഈ ആനയുടെ പേരാണ് ഗുരുവായൂർ ദാമോദർ ദാസ്. ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും. ഇതിൻ്റെ പിക്ക് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്ത് തരാം കേട്ടോ, അതും കൂടെ നോക്കിക്കോ. അപ്പോൾ ഞാൻ അധികം പറയണില്ല, നമുക്ക് ആനകളുടെ ആ ഒരു സൗന്ദര്യം നമുക്ക് നോക്കിയിട്ട് വരാം. വാ, ഓരോ ആനയുടെ പേര് ഞാൻ അതിൻ്റെ അടുത്തേലും പറഞ്ഞുതരാം കേട്ടോ. ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട്, ആനപ്രേമികൾ ഒരുപാട് പേരുണ്ട്. എനിക്ക് ഇന്നാണ് മനസ്സിലായത്. അപ്പോൾ ഇതാണ് നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പിക്കും കൂടെ ജസ്റ്റ് മെൻഷൻ ചെയ്യാം കേട്ടോ. ഇതന്നെ 3ാമത്തെ ആനയാണ് തിരുവമ്പാടി ചന്ദ്രശേഖരൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ പിക്കും കൂടെ ജസ്റ്റ് ഒന്ന് കാണാം. ഇതാണ് നമ്മുടെ 4ാമത്തെ ആന തിരുവമ്പാടി അർജുനൻ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പിക്കും കൂടെ മെൻഷൻ ചെയ്യാം കേട്ടോ. ഒരുപാട് ദിവസത്തിന് ശേഷം ഒരു വീഡിയോ ഇട്ടതാണ്. അപ്പോൾ വീഡിയോ ആരും അങ്ങനെ ബോറടിപ്പിച്ചിട്ടില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.